അപ്പൊ കിരണ് വേണ്ടത് സ്വന്തം അച്ഛൻ അവനെ അംഗീകരിക്കാന്ന് മാത്രമല്ല, സമൂഹത്തിന് മുമ്പിൽ എന്നെ നാണം കെടുത്തുക മാത്രമാണ്. അതിന് ഞാൻ നിന്ന് തരില്ല. ഓക്കെ, അങ്കിൾ വരുമ്പോ ഞങ്ങളൊന്ന് അറിയിക്കണേ. എന്റെ നമ്പർ തരാം. ആ പറഞ്ഞോ. എഴുതിക്കോ. 98465404. ആ ശരി, അപ്പൊ ഞാൻ വിളിച്ചോളാം. ഓക്കെ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി ശരി. ഹായ്. വാ സഞ്ജയേട്ടാ. ഹായ് കിരൺ. ഹായ്. ഹായ് ദുർഗ. എന്തൊക്കെയുണ്ട് വാർത്തകൾ? മീഡിയക്കാരായതുകൊണ്ടാണോ അങ്ങനെ ഒരു ചോദ്യം? ചോദിച്ചെന്നേ ഉള്ളൂ. ദുർഗയുടെ അനിയത്തി ഞങ്ങളുടെ സഹപ്രവർത്തകയായി വന്നാണ് പുതിയ വാർത്ത. അഷിത ഓഫീസിൽ വന്നിട്ട് എങ്ങനെയുണ്ട്? ചാനലിന് പ്രത്യേകിച്ച് ഗുണമോ ദോഷമോ അതുകൊണ്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഇന്ദ്രപ്രസ്ഥത്തിലെ കാര്യങ്ങൾ മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ അവിടുന്ന് ഒരാളെ തന്നെ മോഹന വാഗ്ദാനങ്ങൾ നൽകി താര പോസ്റ്റിംഗ് കൊടുത്തു. അത്രേ ഉള്ളൂ. സ്വന്തമായി എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്നും എല്ലാവരും അവളെ ബഹുമാനിക്കണമെന്നും ഒക്കെ അഷിതയ്ക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുവേണ്ടി കഷ്ടപ്പെടാനോ പടിപടിയായി ഉയർന്നു വന്ന് എല്ലാം നേടിയെടുക്കാനുള്ള ക്ഷമയൊന്നും അഷിക്കില്ല. അതാ അവളിങ്ങനെ താരയുടെ പിന്നാലെ പോകുന്നതും അവളുടെ ഓഫറുകളിൽ വീഴുന്നതും. ഇതൊന്നും നിലനിൽപ്പില്ലാത്ത കാര്യങ്ങളല്ലേ. താരയുടെ ആവശ്യം കഴിയുമ്പോ അവൾ അഷിത അവിടെ നിന്ന് പറഞ്ഞുവിടും. അല്ലാതെ കാലാകാലം അവിടെ നിർത്തി ശമ്പളം കൊടുക്കാനൊന്നും പോകുന്നില്ലല്ലോ. ചേട്ടൻ വാ. ഇന്നത്തെ കാലത്ത് കൂടുതൽ പേരും ആ സമയത്തെ നിലനിൽപ്പിന്റെ കാര്യം തന്നെയാ ചിന്തിക്കുന്നത് കിരൺ. മാറ്റങ്ങൾ നിമിഷം പ്രതി സംഭവിക്കുന്ന ഈ കാലത്ത് ഭാവിക്കൊന്നും ഒരു ഉറപ്പുമില്ല. ഞാനും താരയുടെ ചാനലിൽ ഇഷ്ടത്തോടെ ജോയിൻ ചെയ്യുന്നല്ലോ. എന്റെ അവസ്ഥ അവൾ മുതലാക്കി ഓഫറുകൾ ചാടിച്ചല്ലേ. അങ്ങനെ നോക്കുമ്പോ ഞാനും അഷിതയൊക്കെ ഒരേ തൂവൽ പക്ഷികളാ. ഹേയ്, അങ്ങനെ പറയാൻ പറ്റില്ല. സഞ്ജയ് ചേട്ടന് ചെയ്യുന്ന ജോലി എന്താണെന്ന് അറിയാലോ. അതിൽ ചേട്ടൻ നമ്പർ 1 സ്ഥാനത്താ. അഷിതയുടെ അവസ്ഥ അതല്ലല്ലോ. അതെ, താരയെ ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അഷിതയുടെ കാര്യത്തില് എനിക്ക് നല്ല പേടിയുണ്ട്. താരയുടെ ഇഷ്ടങ്ങൾ സാധിച്ചെടുക്കാൻ അവൾ അഷിതയെ ഉപയോഗിക്കും. അതിന് അവൾ അഷിതയെ ഏതെങ്കിലും കെണിയിൽ പെടുത്താനും മടിക്കില്ല. ശരിയാ, അതിന് സാധ്യതയുണ്ട്. എപ്പോഴും ഒരു കരുതലുള്ളത് നല്ലതാ. ധുനിമോൾ എത്തിയോ? ഞങ്ങൾ ഇറങ്ങും മുമ്പേ മോളിങ് പോകുന്നായിരുന്നു. ക്ലാസ്സിലുണ്ടാവും, ഞാൻ ചെന്ന് വിളിച്ചോണ്ട് വരാം. ശരി. ധോനിമോൾക്ക് അച്ഛനെ സ്കൂളിൽ വെച്ച് കാണുന്നതാ കൂടുതൽ ഇഷ്ടം. അതെന്താ? ഇവിടെ വേറെ ആരുടെ ശല്യമില്ലല്ലോ. ഓ ശരി. ചെറിയച്ച, ചെറിയച്ചൻ എന്തായി ആലോചിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്റെ പ്രശ്നങ്ങളൊക്കെ നിനക്കറിയാവുന്നല്ലേ മോളെ. കിരണിന്റെയും ദുർഗയുടെയും കാര്യമാണോ ചെറിയച്ചൻ പറയുന്നത്? അവരെ അതിന് ചെറിയച്ചൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? നീ കരുതുന്ന പോലെ അത്ര പാവങ്ങളൊന്നും അല്ലവര്. എന്നെ കൊണ്ട് നിർബന്ധപൂർവം അച്ഛനാണെന്ന് പറയിപ്പിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. സത്യം എന്തായാലും നമ്മൾ അംഗീകരിക്കാതെ പറ്റില്ലല്ലോ. രണ്ടുപേരും കൂടി എന്തോ കാര്യമായ പ്ലാനിങ്ങിലാണല്ലോ. അപ്പൊ ഞാൻ കിരണെ അംഗീകരിക്കണമെന്നാണ് നിന്റെ അഭിപ്രായം? അത് തീരുമാനിക്കേണ്ടത് ചെറിയച്ചനാ. കിരൺ സ്വന്തം മോനാണെന്ന് ഉറപ്പുള്ള സ്ഥിതിക്ക് അത് അംഗീകരിക്കേണ്ടി വരിക തന്നെ ചെയ്യും. കിരൺ എന്റെ മകൻ തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. പക്ഷേ ഈ ജന്മം അത് അംഗീകരിക്കാനോ കിരണെ സ്വീകരിക്കാനോ പറ്റില്ല. പോലുമേ,
നീ അതവരെ പറഞ്ഞൊന്ന് മനസ്സിലാക്ക്. അംഗീകരിക്കപ്പെടുക എന്നുള്ളത് കിരണിന്റെ അവകാശമാണ്. നമുക്കത് നിഷേധിക്കാൻ ഒരിക്കലും ആവില്ല. അപ്പൊ പൃഥ്വിയുടെയും ചന്ദ്രമതിയുടെ മുമ്പിൽ ഞാൻ എന്ത് മറുപടി പറയും? എന്റെ കുടുംബം തകർത്ത് കിരണെ അംഗീകരിക്കാൻ പറ്റില്ല എനിക്ക്. അവന് വേണ്ടത് അച്ഛന്റെ അംഗീകാരമാണെങ്കിൽ ഞാനത് കൊടുത്തു കഴിഞ്ഞില്ലേ? എന്റെ മകനാണ് കിരണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ കിരണ് വേണ്ടത് സ്വന്തം അച്ഛൻ അവനെ അംഗീകരിക്കാന്ന് മാത്രമല്ല, സമൂഹത്തിന് മുമ്പിൽ എന്നെ നാണം കെടുത്തുക മാത്രമാണ്. അതിന് ഞാൻ നിന്ന് തരില്ല. ചെറിയച്ഛൻ ഈ പറയുന്നതിൽ ന്യായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛൻ ആരാണെന്നുള്ള സംശയത്തിലൊന്നും അല്ല കിരൺ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വന്നത്. അവന് വേണ്ടത് സമൂഹത്തിൽ തല ഉയർത്തി നിൽക്കാനുള്ള ഒരു അവകാശമാണ്. അച്ഛൻ ആരാണെന്ന് അറിയാത്തവൻ എന്ന അപമാനത്തിൽ നിന്നുള്ള മോചനമാണ് അവന് വേണ്ടത്. അതിലവനെ തെറ്റു പറയാൻ ഒക്കില്ലല്ലോ ചെറിയച്ച. മോളെ, നീ എന്നെ കുറ്റപ്പെടുത്തുകയാണോ? എന്റെ അവസ്ഥ മറ്റാരെക്കാളും നിനക്ക് അറിയാവുന്നതല്ലേ? അറിയാം. അതുകൊണ്ടല്ലേ ഞാൻ ചെറിയച്ഛനൊപ്പം തന്നെ നിൽക്കുന്നത്. എടുത്തു ചാടിയ ഒരു പരിഹാരം നമുക്കുണ്ടാക്കാൻ സാധിക്കില്ല. തൽക്കാലം വെയിറ്റ് ചെയ്യേ നിവർത്തിയുള്ളൂ. ഇന്ദ്രപ്രസ്ഥത്തിലെ മഹാദേവന് ഒരേ ഒരു ഭാര്യയുള്ളൂ, അത് ഈ ചന്ദ്രമതിയാ. ഒരു മകനേ ഉള്ളൂ, അത് പൃഥ്വിയാ. ഞങ്ങൾക്കിടയിലേക്ക് മറ്റൊരാൾ വരാൻ ഞാൻ സമ്മതിക്കില്ല. ക്ലാസ്സിൽ കയറാതെ ധ്വനിമോൾ ഇത് എങ്ങോട്ടാ പോയത്? ആ ടീച്ചറെ, ധ്വനി ക്ലാസ്സിലേക്ക് എങ്ങാനും വന്നായിരുന്നോ? ഇല്ലല്ലോ, രാവിലെ ഉണ്ടായിരുന്നതാ, ഞാൻ കണ്ടതാണല്ലോ. ഞാനിപ്പോ ക്ലാസ്സിൽ നോക്കിയപ്പോ കാണുന്നില്ല. പിന്നെ പിന്നെ അവൾ എവിടെ പോയി? ഞാൻ അവിടെയെല്ലാം നോക്കിയതാ, കാണുന്നില്ല. കുട്ടി ഇവിടെ എവിടെങ്കിലും തന്നെ കാണും, അല്ലാതെ എവിടെ പോവാനാ? വാ നമുക്ക് നോക്കാം. നോക്കാം.